ഇന്നത്തെ എൻ്റെ ഒരു ചെറിയ വീഡിയോയിലേക്ക് നിങ്ങളെ എല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ ഇന്നത്തെ എൻ്റെ വ്ളോഗെന്ന് പറയുന്നത് 2012 മുതൽ 15 വരെയാണ് ഞാൻ ശാസ്താംകോട്ട DB കോളേജിൽ ഡിഗ്രിക്ക് ജോയിൻ ചെയ്യുന്നതും കംപ്ലീറ്റ് ആക്കുന്നതും. അപ്പോൾ അവിടെ നമ്മുടെ കൂടെ പഠിച്ച് നമ്മുടെ ക്ലാസ്സിൽ പഠിച്ച ശ്രീകാന്ത് എന്ന് പറയുന്ന എൻ്റെ ഒരു കൂട്ടുകാരൻ്റെ കല്യാണത്തിനാണ് ഞങ്ങൾ പോകുന്നത്. അപ്പം ഞാൻ മാത്രമല്ല, അന്ന് നമ്മുടെ ഗെറ്റ് ടുഗെദറിനുണ്ടായിരുന്ന കുറച്ച് ആളുകളുടെ കല്യാണത്തിന് കാണും. അപ്പം ഞാൻ വിചാരിച്ചു അതിൻ്റെ ഒരു ചെറിയ ഷോർട്സ്, ഒരു ലോങ് വീഡിയോ നമുക്ക് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ അമ്പലത്തിലോട്ട് പോകുന്ന കാര്യങ്ങളൊന്നും കാണിക്കുന്നില്ല, അമ്പലത്തിൽ ചെന്നിട്ടുള്ള വിശേഷങ്ങളാണ് കാണുന്നത്. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ അഖിൽ ചന്ദ്രൻ, ഞങ്ങളുടെ ഉണ്ണിയേട്ടൻ. അപ്പം ഇവനിപ്പോൾ പോലീസിലാണ്, തൃശ്ശൂരാണ് ജോലി ചെയ്യുന്നത്. ഒരു മോളുണ്ട്. അപ്പോൾ ഇവൻ കാറുമായിട്ടായിരുന്നു വന്നേട്ടോ. കാരണം ഭയങ്കര ചൂടായതുകൊണ്ട് പറഞ്ഞു അകത്ത് കയറി നിൽക്കാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങളെല്ലാവരും ഇവിടെ അകത്ത് കയറി അതിനകത്തിരുന്നു. എന്നിട്ട് ഒത്തിരി കഥകളൊക്കെ പറയാണ്. അവനുണ്ടെങ്കിൽ പിന്നെ നല്ല രസമായിരിക്കും, ഭയങ്കര കോമഡി ആയിരിക്കും. 2012 മുതൽ 15 വരെയുള്ള ഒരു 3 വർഷത്തെ സൗഹൃദമാണ് ഞങ്ങളെല്ലാവരും തമ്മിലുള്ളത്. പക്ഷേ അത് ഇത്രയും വർഷത്തിനിടയ്ക്ക് ഞങ്ങൾക്ക് യാതൊരു കേടുപാടുകളും ഞങ്ങളുടെ സൗഹൃദത്തിൽ വന്നിട്ടില്ല എന്നുള്ളത് വലിയൊരു സത്യമാണ്. ഒരുപാട് സന്തോഷിച്ചിട്ടുള്ള, ഒത്തിരി മനസ്സറിഞ്ഞ് സന്തോഷിച്ചിട്ടുള്ളൊരു കാലഘട്ടമായിരുന്നു ഞങ്ങളുടെ ഡിഗ്രി ലൈഫ് എന്ന് പറയുന്നത്. നീ തല താത്തിപ്പിടിയടാ, അത് മതി, ഒരുപാടങ്ങ് തലക്കനം വേണ്ട കേട്ടോ. നീ സുന്ദരിയാടി, നീതു എൻ്റെ കുഞ്ഞിനെ പറഞ്ഞ അടിപൊളി മോനെ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ പ്രീതയുടെ എൻട്രി. ഇവൾ നമ്മുടെ ക്ലാസ്സിലെ ടോപ്പറാണ്, എപ്പോഴും പറയേണ്ട കാര്യമില്ല. അപ്പോൾ ഇവൾക്ക് 2 പെൺകുട്ടികളാണുള്ളത്. ഒരാൾ 5ലും 4ലും, ഒരാൾ 2.5 വയസ്സേ ഉള്ളൂ. അപ്പം ഇവളുടെ വീട് മുതുവിലക്കാടാണ്. ഇവളെ കല്യാണം കഴിച്ചു കൊണ്ടുവന്നത് നമ്മുടെ ചവറയിലാണ്. അതുകൊണ്ട് ഞങ്ങളുടെ ഒരു ഫാമിലിയായി ഇവളിപ്പോൾ. നമ്മുടെ ചവറയിലിപ്പം ഞങ്ങളെ 2-3 കൂട്ടുകാരെ കല്യാണം കഴിപ്പിച്ചു കൊണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് പ്രീതയുടെ മൂത്ത മകള്. അവൾ എൻ്റെ നല്ല ഫാനാണ് എന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അവളെൻ്റെ ഫാനാണെന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ ഇത് ഞങ്ങളുടെ കാവ്യ ഇപ്പോൾ ലണ്ടനിലാണ്. അവൾക്ക് 2 കുഞ്ഞുങ്ങളുണ്ട്. അപ്പം ഫെബ്രുവരി മാർച്ചൊക്കെ ആകുമ്പോഴത്തേനും അവളങ്ങ് പോവുകയാണ്. പിന്നെ ഇനി എന്ന് കാണും, എപ്പോൾ കാണും എന്നൊന്നും ഒരു പിടുത്തമില്ല. സത്യം പറഞ്ഞാൽ ഭയങ്കര സങ്കടമാണ്. ഇത് നമ്മുടെ സ്വാതിയാണ്. ഞങ്ങളിവളെ പണ്ട് ഡിഷ് സ്വാതി എന്നായിരുന്നു വിളിച്ചിരുന്നത്. ഡിഷ് ഇപ്പോഴും ഞങ്ങളങ്ങനെ വിളിക്കാറുണ്ട്. അപ്പം ഇവൾ തെക്കുംഭാഗത്താണ്, കല്യാണം കഴിച്ചത് കരുനാഗപ്പള്ളിയിലാണ്. അപ്പോൾ ചേട്ടന് പോലീസിലാണ് ജോലി ചെയ്യുന്നത്. അവൾക്ക് 2 മക്കളുണ്ട്. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ ചേരുമ്പോൾ പിന്നെ ആ ഒരു സമയം പറയാതിരിക്കാൻ പറ്റത്തില്ല, അത്രയും ഉണ്ട് ഞങ്ങൾ. അത്രയ്ക്കും അടിപൊളിയാണ് ഞങ്ങളുടെ വൈബ് എന്ന് പറയുന്നത്. ആദ്യം ഇട്ടിരുന്നെങ്കിലുണ്ടല്ലോ ഫെയിം ആവാൻ താല്പര്യമില്ലാത്ത കുറേ എണ്ണം ഫെയിം ആവാൻ ഇങ്ങനെയൊക്കെ വന്ന് തല കാണിച്ചങ്ങ് പോകും. ഞങ്ങളുടെ നീതുവിൻ്റെയും അനന്തുവിൻ്റെയും മോനാണ് അത് കേട്ടോ. ഇത് പ്രീതയുടെ ഇളയ മോളാണ്. എല്ലാ ദിവസവും കൊച്ച നമ്മുടെ വൈബ്. 2 പേരും ഒരേ പ്രായമായതുകൊണ്ട് തന്നെ അവർ പരസ്പരം അങ്ങ് കൂട്ടായി. പിന്നെ അവർ 2 പേരും തമ്മിൽ കളിയായി, ചിരിയായി. അതൊരു രസമായിരുന്നു കാഴ്ച. ഇതാണ് ഞങ്ങളുടെ ശ്രീകാന്ത്, ഇത് ശ്രുതിയാണ്. അപ്പോൾ ശ്രീകാന്ത് ഈ ബ്രാഹ്മിൺസാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ബ്രാഹ്മിൺസിൻ്റെ കല്യാണം എങ്ങനെയാണെന്ന് എനിക്ക് പറഞ്ഞു തരാനൊന്നും അറിയില്ല. ഒരുപാട് പ്രോസസ്സാണല്ലോ അവരുടെ കല്യാണത്തിന്. എങ്കിലും എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ കുറച്ച് വീഡിയോസ് ഞാൻ എടുത്തിട്ടുണ്ട്. പെണ്ണ് വരുമ്പോൾ കുരവയിടുക, ആർപ്പ് വിളിക്കുക, അതുപോലെ താലി കെട്ടി കൊടുക്കുന്നത് അച്ഛനാണല്ലോ ഇവരുടെ ഇത് വെച്ചിട്ട്.
ഇത് നമ്മുടെ കല്യാണ മണ്ഡപത്തിൻ്റെ ഫ്രണ്ട് വ്യൂ ആണ് കേട്ടോ. മണ്ഡപത്തിൽ നോക്കുമ്പോൾ യഥാർത്ഥത്തിൽ ഇപ്പോൾ ഈ മണ്ഡപം അമ്പലത്തിൻ്റെ ആ നമ്മൾ ഇരിക്കുന്നതിൻ്റെ സെൻട്രലായിട്ടാണ്. യഥാർത്ഥ കല്യാണ മണ്ഡപം നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. ഇവിടെയാണ് സാധാരണ നമ്മുടെ കല്യാണം നടക്കുന്ന സ്ഥലം. പിന്നെ ഈ പ്രോസസ്സിൻ്റെത് കൊണ്ടാവാം ഇപ്പോൾ ഇവിടെയാണ് പന്തലൊക്കെ സെറ്റ് ചെയ്തേക്കുന്നത്. ഈ ചടങ്ങുകളൊക്കെ എന്താണെന്നൊന്നും എനിക്കറിയില്ല കേട്ടോ. എന്തൊക്കെയോ നമുക്ക് പറഞ്ഞു തരാൻ എനിക്കറിയില്ല എങ്ങനെയാണെന്ന്. നമ്മുടെതൊക്കെ വളരെ പെട്ടെന്ന് തീരും. ഇതൊരുപാട് സമയമുണ്ടായിരുന്നു. ഏതാണ്ട് 12 മണി കഴിഞ്ഞ് 12:30 എങ്ങാണ്ടായിരുന്നു ഈ താലികെട്ട് സമയം. പിന്നീടും ഒരുപാട് നീണ്ടു നിന്നിരുന്ന കർമ്മങ്ങളായിരുന്നു ഇവരുടെ കല്യാണ ചടങ്ങെന്ന് പറയുന്നത്. അയറിഞ്ഞ് പൊട്ടിക്കല്ല അവിടെ. എൻ്റെ ദൈവം, എനിക്ക് എന്തിനിത് വാങ്ങിച്ചു. കുഞ്ഞുങ്ങൾ രണ്ടുപേരുടെ ഗിഫ്റ്റ് കളിപ്പാട്ടമാക്കി. ക്ലാസ്സിലെ പഠിപ്പിച്ചിട്ടല്ലേ, അപ്പം നീ എന്തായാലും ഞാൻ വീഡിയോ എടുക്കുന്നതിന് അവന്മാരെന്നെ കളിയാക്കിയത്. ഇപ്പം അനൂപിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അനൂപ് സത്യമാണ് ഞങ്ങളുടെ ക്ലാസ്സിൽ നന്നായിട്ട് പഠിക്കുന്ന ഒരു പയ്യനാണ്. സത്യം പറഞ്ഞാൽ നമുക്ക് 5th സെമസ്റ്ററിൽ നമുക്കൊരു ഓപ്പൺ കോഴ്സ് എടുക്കാനുണ്ട്. അപ്പോൾ നമുക്കൊരു കൂട്ടുകാരുണ്ടല്ലോ, നമ്മുടെ ബെസ്റ്റി എന്ന് പറയുന്നത്. അപ്പോൾ അവർക്ക് കൊമേഴ്സ് എടുത്തപ്പോൾ ഞാനും ഒക്കെ പോയി കൊമേഴ്സ് എടുത്തു. സത്യം പറഞ്ഞാൽ ബോട്ടണി പഠിച്ചിട്ട് എന്തിനു പോയി കൊമേഴ്സ് എടുത്തു എന്ന് പിന്നെ കൊമേഴ്സ് പഠിക്കാനിരുന്നപ്പോഴാണ് മനസ്സിലായത്. ഒരു ചുക്കും ചുണ്ണാമ്പും മനസ്സിലായില്ല. സത്യം പറഞ്ഞാൽ അന്നൊക്കെ എക്സാമിനൊക്കെ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്തിട്ടുള്ളത് അനൂപാണ്. അനൂപ് ബാങ്കിലാണ് വർക്ക് ചെയ്യുന്നത്. കല്യാണത്തിൻ്റെ ചടങ്ങുകൾ അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇപ്പോൾ ഇതാണ് നമ്മുടെ ക്ഷേത്രത്തിൻ്റെ ഫുൾ വ്യൂ എന്ന് പറയുന്നത്. ഇതിന് ഇവിടുത്തെ അമ്പലം നമ്മൾ തെക്കൻ ഗുരുവായൂർ അമ്പലം എന്നാണ് പറയുന്നത്. ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രമാണ്. അപ്പോൾ ഇവിടെ നല്ലൊരു പോസിറ്റീവ് എനർജിയാണ്. അമ്മുവിൻ്റെ കല്യാണം നടന്നത് ഇവിടെയാണ് കേട്ടോ. ഒത്തിരി നാളിന് ശേഷമാണ് പിന്നെ ഞങ്ങളെല്ലാവരും ഈ ആലിൻ്റെ ചുവട്ടിൽ കൂടുന്നത്. ഇത് ഞങ്ങളുടെ അതാണ് എനിക്ക് ആവശ്യം. അല്ലല്ല ഇനി ഈ ദിവസങ്ങളെല്ലാം നമുക്കിനി ഒരു ഓർമ്മ മാത്രമാണ്. കാവ്യ ലണ്ടനിൽ പോയി കഴിഞ്ഞാൽ പിന്നെ ഇനി അവൾ എന്ന് വരും എല്ലാവരും ഇനി ഒന്നിച്ചുള്ളപ്പോൾ ഇനി എപ്പോഴാണ് കൂടുക എന്നൊന്നും പറയാൻ പറ്റത്തില്ലല്ലോ. ഇനി ഞങ്ങൾ പിന്നെ ഫുഡ് കഴിക്കാനായിട്ട് പോയി കേട്ടോ. നമ്മൾക്ക് ഇവിടുത്തെ ഒരു ബ്രാഹ്മൺ സദ്യ അറിയാമല്ലോ. കാരണം നമ്മൾ കഴിക്കുന്ന ഫുഡിൽ നിന്നും എൻ്റയർലി ഡിഫറൻ്റ് ആയിരുന്നു ഫുഡെന്ന് പറയുന്നത്. നമ്മുടെ വടക്കൻ കേരളത്തിൽ മാത്രമുള്ള നമ്മുടെ പുളിയിഞ്ചി എന്ന് പറയുന്നത്, ഓലൻ, അതുപോലെ എന്തൊക്കെയോ കുറച്ച് വിഭവങ്ങളൊക്കെ ഇന്നത്തെ കല്യാണത്തിനുണ്ടായിരുന്നു കേട്ടോ. പിന്നെ പായസം, നമ്മുടെ അടപ്രഥമനും അതുപോലെ തന്നെ ചെറിയ മണിയട ഉണ്ടല്ലോ, രണ്ടും സെയിം ടേസ്റ്റ് തന്നെ പായസം ഉണ്ടായിരുന്നു. എപ്പോഴും ഒരേ രുചിയുള്ള ഭക്ഷണം കഴിക്കുന്നത് അത്ര നല്ലതല്ല അല്ലേ? വ്യത്യസ്ത രുചികൾ ടേസ്റ്റ് ചെയ്യാനല്ലേ എപ്പോഴും എല്ലാവർക്കും ഇഷ്ടം. എനിക്കും അതുപോലാണ്. ഈ രുചികളെല്ലാം വ്യത്യസ്തമായിരുന്നു. നമ്മൾ സാധാരണ കഴിക്കുന്ന സദ്യയിൽ നിന്നും വളരെ വ്യത്യസ്തമായിരുന്നു. അതുകൊണ്ട് ഞാൻ എല്ലാ കറികളും കൂട്ടിയാണ് കഴിച്ചത്. ഇനി നമുക്ക് ഗിഫ്റ്റ് കൊടുക്കണം. ഇനി ഗിഫ്റ്റ് കൊടുക്കാനായിട്ട് ഞങ്ങൾ അങ്ങോട്ട് ചെന്നപ്പോഴും ആ കല്യാണത്തിൻ്റെ സ്റ്റെപ്പുകളൊന്നും കഴിഞ്ഞിട്ടില്ലായിരുന്നു. ഞങ്ങൾ കുറേ നേരം അവിടെ ഇങ്ങനെ കാത്തിരുന്നു. പിന്നെ ഞങ്ങൾ വിചാരിച്ചു എന്നാൽ കുറച്ച് റീൽസ് എടുക്കാം. കാരണം ഞങ്ങൾക്ക് ഇനി ഇങ്ങനെയുള്ളൊരവസരങ്ങൾ ഒത്തുചേർന്ന് വരത്തില്ലല്ലോ. അങ്ങനെ പിന്നെ അവരെ കണ്ടു. അവർ ഒത്തിരി റിലേറ്റീവ്സ് എല്ലാവരുമായിട്ട് ഫോട്ടോ എടുത്തിട്ട് പിന്നെ ഞങ്ങൾ ഫോട്ടോ എടുത്തു. ഇതാണ് ആ ഫോട്ടോ കേട്ടോ. പിന്നീട് ഞങ്ങൾ പോകാനുള്ള തയ്യാറെടുപ്പായി. അതിനു മുമ്പായിട്ട് ഞങ്ങൾ പഠിച്ചു വെച്ചൊരു റീൽസ് ചെയ്യണം എന്ന് ആഗ്രഹിച്ച് അങ്ങനെ അത് പഠിക്കാനായിട്ട് നിന്നു.
അപ്പോഴാണ് അമ്മു പറഞ്ഞത് ഇതിൻ്റെ മുകൾ ഭാഗം നിർമ്മിച്ചിരിക്കുന്നത് നമ്മുടെ മുറം കൊണ്ടാണെന്ന്. ഇത് ഞങ്ങളുടെ ആൺകുട്ടികളാണ് കേട്ടോ. നമ്മുടെ ക്ലാസ്സിലെ ഇതിനകത്ത് ഇനിയും ആൾക്കാരുണ്ട്. അപ്പോഴാണ് നമ്മുടെ അനന്തു വിളിക്കുന്നത്. അവൻ ഗൾഫിലാണ്, നീതുവിൻ്റെ ഹസ്ബൻഡാണ്. നേരത്തെ കുഞ്ഞിനെ കാണിച്ചില്ലേ, അപ്പോൾ അവൻ വിളിച്ചപ്പോൾ ഞങ്ങളെല്ലാവരും അവനോട് സംസാരിച്ചു. ഞങ്ങൾ പഠിച്ചൊരു പാട്ട് ഞങ്ങൾ ചെയ്ത് നോക്കുകയാണ് കേട്ടോ. കോപ്പിറൈറ്റ് ഉള്ളതുകൊണ്ട് പാട്ട് കേൾപ്പിക്കുന്നില്ല. അവസാനം അവസാനം ഞങ്ങൾ എന്തായാലും കുളവാക്കിയിട്ടുണ്ട്. ഇനി അത് ഞങ്ങളുടെ ഒരു ഇൻസ്റ്റയിൽ ഞങ്ങളൊരു ഗ്രൂപ്പ് തുടങ്ങുന്നുണ്ട്. അപ്പോൾ അതിൽ പോസ്റ്റ് ചെയ്യാനായിട്ടാണ് ഞങ്ങൾ ഈ വീഡിയോ എടുത്തത്. അപ്പോൾ 2-3 ടേക്ക് എടുത്തിട്ട് ലാസ്റ്റ് ടേക്കിലാണ് ഓക്കെ ആയത്. അങ്ങനെ അവസാനമായിട്ട് നമ്മുടെ കല്യാണ പെണ്ണിനെയും കല്യാണ ചെറുക്കനെയും കണ്ട് ടാറ്റ പറഞ്ഞിട്ട് കുറച്ച് പേര് പോയി. ഞങ്ങൾ പിന്നീട് നമ്മുടെ ഇവിടെ കേക്ക് വേൾഡ് എന്ന് പറയുന്ന അടുത്തോട്ട് വന്നു. അവിടുന്ന് ഞങ്ങൾ ലൈം ജ്യൂസ് വാങ്ങിച്ച് കുടിക്കാനായിട്ടാണ് വന്നത്. അങ്ങനെ എല്ലാവരുടെയും വീഡിയോ എടുത്തപ്പം എൻ്റെ വീഡിയോ ഞാൻ സ്വയമായിട്ട് തന്നെ എടുക്കുകയാണ്. അതിൻ്റെ എക്സ്പ്രഷനാണിത്. അപ്പോൾ ഇത് ഞങ്ങളുടെ പ്രീതയുടെ മോളാണ്. മോള് ഓരോ ഇത് കുടിക്കുമ്പോഴും ഓരോ കാര്യങ്ങൾ അവർക്ക് ചിലതൊക്കെ വളരെ വെള്ളത്തിലായിട്ട്. കിൻഡർ ജോയ്ക്കകത്തുള്ള ഗെയിം എന്താണെന്നും അതിനകത്തെ പാവക്കുട്ടിയെല്ലാം കണ്ട് മനസ്സിലാക്കിയിട്ട് ഞങ്ങളെല്ലാവരും അവിടുന്ന് യാത്ര തിരിച്ചു. അപ്പം നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്ന് ഞങ്ങളെടുത്ത കുറച്ച് ഫോട്ടോസ് കൂടെ വീഡിയോയുടെ അവസാനമായിട്ട് വയ്ക്കുന്നുണ്ട്. അപ്പോൾ ടാറ്റ.